കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള PM കുസും പദ്ധതി ക്രമക്കേടിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കെന്നാരോപിച്ച് രമേശ് ചെന്നിത്തല. വൈദ്യുതി മന്ത്രിയും അനേർട്ട് സിയും ചേർന്ന് ഒത്തുകളിക്കുന്നുവെന്നാണ് ആരോപണം. നിയമസഭാ സമിതി വിഷയം അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ്ജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വൈദ്യുതി മന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിന്റെ സിഇഒയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. സർക്കാരിന്റെ രേഖാമൂലം അനുമതിയില്ലാതെ ഇത്രയും വലിയ ഉയർന്ന തുകയ്ക്ക് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ടെൻഡർ വിളിക്കാൻ കഴിയും? ആരോപണത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. തനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു അറിവുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24 പറഞ്ഞു. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ള വസ്തുത അറിയാലോ. ടെൻഡർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, എംപാനൽ ചെയ്തതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊരു അന്വേഷിക്കാനുള്ളൊരു ഒരാൾ ഉന്നയിച്ചാൽ അന്വേഷിക്കാതെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും. ഞാൻ രമേശ് ചെന്നിത്തലയായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് അദ്ദേഹം കേട്ട തെളിവുണ്ടെങ്കിൽ നമുക്ക് നടപടിയെടുക്കാം. സലിം മാലിക് തിരുവനന്തപുരത്ത് ചെയ്തു. സലിം, ഒരു കേന്ദ്ര പദ്ധതി ഇതിലെ സോളാർ പൈപ്പുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ ക്രമക്കേടുണ്ടെന്നും ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു ആരോപണം. ആദ്യം അനേർട്ട് സിഇഒക്കെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ മന്ത്രിയിലേക്ക് എത്തിച്ചേരുന്നു. എന്താണ് വിശദാംശങ്ങൾ? മന്ത്രിയെ കൂടി ഈ ആരോപണം മുന്നിൽ നിർത്താനുള്ള ഈ രമേശ് ചെന്നിത്തലയുടെ തെളിവുകൾ എന്തൊക്കെയാണ്, ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മന്ത്രിയെയും ഒപ്പം തന്നെ അനർട്ട് സിഇഒയെയും രമേശ് ചെന്നിത്തല വെല്ലുവിളിക്കുന്നത്. അതിൽ ഓരോ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അഴിമതിക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു മന്ത്രിയും സിഇഒയും ചേർന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ അദ്ദേഹം മന്ത്രിയെ അഴിമതി ആരോപണത്തിൻ്റെ മുനയിലേക്ക് നിർത്തുന്നതിന് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സാധാരണ ഉദ്യോഗസ്ഥന് 5 കോടിയിൽ മുകളിലേക്ക് ഒരു ടെൻഡർ വിളിക്കാൻ അനുമതിയില്ല. സർക്കാരിന്റെ ഒരു അനുമതിയുമില്ലാതെ അനർട്ട് സിഇഒ 244 കോടി രൂപയുടെ ടെൻഡറാണ് വിളിച്ചത്. അത് മന്ത്രിയുടെ അനുമതിയില്ലാതെ ഏത് നിലയിൽ നടക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും ചോദിക്കുന്നത്. മാത്രമല്ല, ഈ 2 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള സൗരോർജ്ജ പമ്പുകൾക്കായാണ് ഈ ടെൻഡർ അനുവദിക്കുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ ടെൻഡർ വിളിക്കുമ്പോൾ ഇതിനൊരു മാർജിൻ ഉണ്ടായിരുന്നു, ഒരു ബേസ് പ്രൈസ് ഉണ്ടായിരുന്നു. അത് കേന്ദ്രം അനുവദിച്ച ആ ബേസ് പ്രൈസിൽ നിന്നും മുകളിലേക്ക് 18,000 രൂപ മാത്രം മുകളിലേക്ക് വിളിച്ച ഒരു കമ്പനിക്കായിരുന്നു ആദ്യം ടെൻഡർ നൽകിയത്. അതിനുശേഷം ആ ടെൻഡർ തുറന്നു നൽകാൻ സമ്മതിച്ചു. തുറന്ന് അതിൻ്റെ തുക ഉയർത്തി. പിന്നീട് റീടെൻഡർ വിളിച്ചപ്പോൾ 8 കമ്പനികൾ പങ്കെടുത്തു. ആ 8 കമ്പനികളും ഈ ബേസ് പ്രൈസിൽ നിന്നും വളരെ കൂടുതൽ തുകയ്ക്കാണ് വിളിച്ചത്. അപ്പോഴും ആ ടെൻഡർ അനുവദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ അഴിമതി അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. 175 കോടി രൂപ, 244 കോടി രൂപയുടെ പദ്ധതിയിൽ 175 കോടി രൂപ വായ്പ എടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വായ്പ എടുത്തു പോലും പദ്ധതി നടപ്പിലാക്കിയിട്ടും 100 കോടിയിൽ പരം അഴിമതിയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല ഈ ആരോപണം ഉയർത്തുകയും അതിന് പിന്നാലെ തന്നെ വൈദ്യുതി മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. മന്ത്രിയും അനർട്ട് സിഇഒയും ഉൾപ്പെടുന്ന ഒരു അഴിമതിയിൽ എങ്ങനെയാണ് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തുന്നത് എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ സമിതി തന്നെ ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ ആവശ്യം. സുഹൈൽ, ശരി, അധികാരപരിധിയിൽ കവിഞ്ഞ തുകയ്ക്കുള്ള ടെൻഡർ കൊടുത്തുവെന്ന ആരോപണം. അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കേന്ദ്രം നിശ്ചയിച്ചിരുന്നു. അതിന് മുകളിലേക്ക് ടെൻഡർ തുക കൊടുത്തുവെന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉയർത്തുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണം വേണം. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.